ആരുമില്ലാത്തതിൻ്റെ അവസ്ഥ നല്ലപോലെ അറിയാവുന്നവളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 23 വർഷമായില്ലയോ. അപ്പം ഒരു താങ്ങുള്ളത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ആരുമില്ലാത്തവരുടെ ഇടയ്ക്കൊക്കെ എല്ലാവർക്കും എല്ലാം ചെയ്യാനൊക്കത്തുള്ളൂ. ചോദിക്കാനും പറയാനും ആളുകളുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ വർഷമേ ഇവിടെ ഇതുപോലെ സമയത്ത് അന്ന് 130 രൂപ ആയ സമയത്ത് ഇവിടെ വന്ന ഒരു പെണ്ണും പിള്ള അവർ വന്ന് എന്നോട് ബിരിയാണിക്ക് വില ചോദിച്ചു. അത് ഇച്ചിരി വില കൂടുതലല്ലയോ, 100 രൂപയും 90 രൂപയും ഒക്കെ എല്ലാം ഉള്ളൊരു റോഡിലിട്ട് വിൽക്കുന്ന ബിരിയാണിക്ക് അന്നേരം പിന്നെ എങ്ങനെ അത്രയും വിലയാവുന്നതെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞ് ആ സൈസ് ബിരിയാണി അല്ലിത്, നിങ്ങൾ മേടിച്ച് കഴിച്ച് നോക്ക് എന്നിട്ട് പറയാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ആരാ ലൈസൻസ് തന്നത്? നിങ്ങളുടെ ലൈസൻസ് ഞാൻ റദ്ദാക്കും, റോഡിലിട്ട് ബിരിയാണി വിൽക്കാനോ ഞാനിപ്പോൾ പോകും, ഞാനിപ്പോൾ അങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഒരു ലേഡി വന്ന് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഞാൻ അന്നേരം അവരോട് ചോദിച്ചു, എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ഫോട്ടോ, അത് ചേച്ചി ഒരു രസത്തിന് വേണ്ടി എടുത്തതാന്ന് പറഞ്ഞു. പക്ഷേ അവർ കൊണ്ടുവന്ന് പരാതി കൊടുക്കുക ചെയ്തത് ഹെൽത്തിൽ എൻ്റെ ഫുഡ് പഴകിയ ഫുഡാണെന്നും അജനാമൂട്ട് ചേർക്കുന്നു. എടാ വെറും 130 രൂപ രാവിലെ എഴുന്നേറ്റ് സാധനങ്ങൾ വാങ്ങിച്ച് വെളുപ്പിനെ എഴുന്നേറ്റ് ഉണ്ടാക്കിയ NH റോഡിൽ വന്ന പന്തലിന്റെ താഴത്ത് നിന്ന് സാധനം വിൽക്കുന്ന ചേച്ചി കൊടുക്കുന്ന റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, കായംകുളത്ത് NH റോഡിൽ ബിരിയാണി വിൽക്കുന്ന ഒരു ചേച്ചി, പേര് ബിന്ദു. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ചേച്ചി, നല്ലൊരു ചേച്ചി, നല്ല മാന്യമായിട്ടുള്ള ഒരു ചേച്ചി വന്നു, റേറ്റ് ചോദിച്ച് 130 രൂപ എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ റേറ്റ് ആണ്. ശരിയാണ്, ചേച്ചി പറയുന്നതിൽ കാര്യമുണ്ട്, വലിയൊരു റേറ്റ് തന്നെ. ആ ചേച്ചി ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു 200-250 രൂപ കൊടുക്കുകയാണെങ്കിൽ ചേച്ചി മിണ്ടാതെ ഫാമിലി ആയിട്ടിരുന്ന് കഴിക്കും. എന്തുകൊണ്ടാണ്? അതൊരു 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽസ് ആയതുകൊണ്ടാണ്. കാരണം വഴിയോരത്തിരിക്കുന്ന കച്ചവടമാണല്ലോ. കാരണം അവരോട് എന്ത് വേണേലും പറയാലോ, എന്ത് വേണേലും കാണിക്കല്ലോ. കാരണം ഇവരോട് കാണിച്ചു കഴിഞ്ഞാൽ അവരോട് തിരിച്ച് ചോദിക്കാനും പറയാനും ഒന്നും ആരും വരത്തില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതൊറ്റ കാര്യം കൊണ്ട് മാത്രമായിരിക്കും ആ ചേച്ചിയൊക്കെ ഇങ്ങനെ കാണിച്ചത്. എന്നാൽ ചേച്ചിക്ക് തെറ്റി. ഇങ്ങനെ ഉള്ളവർക്കും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. ഓക്കെ, കാരണം ഒന്നും ഇല്ലായ്മയെന്ന് തുടങ്ങി വരുന്നവരായിരിക്കും നാളെ എവിടെയെങ്കിലും എത്തുന്നത്. ഈ പറയുന്ന അജിനാമോട്ടയായാലും തേങ്ങയായാലും മാങ്ങയൊക്കെ എന്ത് മയിരാണേലും ഈ പറയുന്ന 4 സ്റ്റാർ 5 സ്റ്റാർ എല്ലാ ഹോട്ടലിലും യൂസ് ചെയ്യുന്ന ഒരു സാധനം. കാരണം ഫുഡിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറയുന്ന അജിനാമോട്ടോസും കാര്യങ്ങളും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് അവർ യൂസ് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? കാരണം ഓൾറെഡി അതിനൊരു ഇഷ്യൂ ഇല്ലാത്തൊരു കാര്യം. പിന്നെ 10 രൂപ 20 രൂപയ്ക്ക് വേണ്ടിയൊക്കെ കാണിക്കുന്ന തെണ്ടിത്തരം ഉണ്ടല്ലോ, ഒരിക്കലും മാറാൻ പോകുന്നില്ല അല്ലേ? അതാണ് കാരണം, ഒന്നും ഇല്ല എന്ന് തിരിച്ച് പ്രതികരിക്കത്തില്ല എന്ന് പറയുന്നതിനിടയ്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ എല്ലാവരും കാണിക്കത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു 3 സ്റ്റാർ ഹോട്ടലിലോ 4 സ്റ്റാർ ഹോട്ടലിലോ ഇതേപോലെ ഒന്ന് കാണിച്ചേ, ചോദിക്കുന്ന പൈസയും കൊടുത്തിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോവും. അതാണ്. ഇങ്ങനെ കുറെ നാറിയ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ, സമ്മതിക്കണം. എന്തായാലും ഇങ്ങനെയുള്ളവരോട് എനിക്ക്